വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പ്രോൺസ് മാംഗോ കറിയുമായിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ പ്രോൺസ് നല്ല ക്ലീനൊക്കെ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാങ്ങ, തക്കാളി, പിന്നെ എരിവിന് പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇത്രയുണ്ട്. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് അത് നന്നായിട്ട് വെന്ത് അലിഞ്ഞു വരണം. തക്കാളി ഇപ്പോൾ വേണ്ട നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ഒരുപാട് എരിവുള്ള കറിയൊന്നുമല്ല. എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. പിന്നെ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഗ്രേവിയുള്ള ഇത് കറിയൊന്നുമല്ല, ഇച്ചിരി കുറുകിയൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നാലും ഇത് വറ്റി കുറുകി വരും, ഇത്രയും ചാറൊന്നും നമുക്ക് കാണത്തില്ല കറിയിൽ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് മാങ്ങയാണ്. അപ്പോൾ ഈ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമാങ്ങ. ഒരു മാങ്ങ മൊത്തത്തിൽ ഞാനിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ പുളി കുറവ് വേണ്ടവർക്ക് അതനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കറിക്കെന്ന് പറയുന്നത് പച്ചമാങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ട് വരും. ഈ പച്ചമാങ്ങ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ട് അരച്ച് വേണേലും നമുക്ക് ഈ കറിക്കകത്ത് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ ഏകദേശം ഒരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. കണ്ടല്ലോ, ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടിത് വേവിച്ചെടുക്കണം. അതായത് വെട്ടി തിളച്ചിട്ട് നമ്മുടെ എണ്ണ തെളിയുന്നിടം വരെയും ഈ ഒരു ഗ്രേവി നമ്മൾ വേവിച്ചെടുക്കണം. അങ്ങനെ വേണ്ട നമ്മുടെ കൊഞ്ച് കറിക്കുള്ള ഗ്രേവി ഇതേണ്ട നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെയും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തോട്ട് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കശുവണ്ടി. ഇപ്പോൾ ഒരു 10 മുതൽ 15 കശുവണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊരു 1 പാലിലെ തേങ്ങാപ്പാൽ ആ ഒരു കട്ടിയിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് വേണ്ട നമ്മുടെ ഗ്രേവി വേണ്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൊഞ്ചൊന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 1.5 കപ്പ് വെള്ളമൊക്കെ ചേർത്തതാണ്. കണ്ടോ, ഈ വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് അരച്ചതൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. അല്ലാതെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പ്രോൺസും കൂടെ ആഡ് ചെയ്യുക. പ്രോൺസ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ഇതൊരു ഓറഞ്ച് കളറ് ഷെയ്ഡാണ് ഈ കറിക്ക് വരുന്നത്. എന്നാൽ ഒരുപാട് എരിവുമില്ല, എന്നാൽ ഒരുപാട് പുളിയില്ല. എല്ലാം കൊണ്ട് ബാലൻസ്ഡ് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ കറി. കൊഞ്ചും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ,
നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം അടച്ച് വെക്കാം. ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. അതും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് അങ്ങനെ തന്നെ അങ്ങ് എടുക്കാം. അപ്പോഴത്തേക്കിന് ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ആ മണം ഒന്ന് കറിയിലോട്ട് ഇറങ്ങി അടിപൊളിയായിട്ടിരിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയുടെയൊക്കെ ആ ചൂടും ആ തിളയ്ക്കുന്നതും ഒക്കെ ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. അത് മൺചട്ടിയിലായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 മിനിറ്റ് ഈ പ്രോൺസ് വേവിച്ചാൽ മതി. ബാക്കി ഇതിനകത്തിരുന്ന് വെന്തോളൂ. ഒരുപാട് കുക്കായാൽ കൊഞ്ച് ഒരുപാട് ഹാർഡായിപ്പോവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ കണക്കത്തുള്ള ഈസി അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.